ഓയിസ്റ്റർ ഡിലൈറ്റ്. ജാറിലേക്ക് സവാള, തക്കാളിപ്പഴം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി കുറച്ച് പെരുംജീരകവും സാദാ ജീരകവും കുറച്ച് കുറച്ച് കുരുമുളകും, ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട. ഇനി കുറച്ച് കാഷ്യൂനട്ടും മഞ്ഞപ്പൊടി, വളരെ കുറച്ച് മാത്രം മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുക. അവസാനമായി കസൂരി മേത്തിയും കൂടെ ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ബട്ടറോ എണ്ണയോ ചേർത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും വറ്റൽമുളകും ചേർത്തൊന്ന് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി അതിന്റെ പച്ചമണം മാറ്റുക. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഓയിസ്റ്റർ. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ ഇത് ഓയിസ്റ്റർ മഷ്റൂം ആണ്. അതായത് നമ്മുടെ ചിപ്പിക്കൂണ്. അധികം ചെറുതായി അരിയാതെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും മല്ലിയിലയും ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം. മഷ്റൂം ഒക്കെ ഒന്ന് വെന്ത് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം കൂടുതൽ ചേർക്കുകയോ ചേർക്കാതെ ഇരിക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ക്രീമി പരിവായി കഴിഞ്ഞാൽ നമ്മുടെ ക്രീമി ഓയിസ്റ്റർ ഡിലൈറ്റ് റെഡിയായി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.